സഹോദരങ്ങളെ, ഇന്നലെയും ഇന്നുമായി യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ, ഇന്നലെ 9 വരെയുള്ള വചനങ്ങൾ ധ്യാനിച്ചു. ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 9 മുതൽ 17 ഉൾപ്പെടെയുള്ള വചനങ്ങളാണ്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് മുന്തിരിവള്ളിയും ശാഖകളും തമ്മിലൊരു ബന്ധത്തെ കുറിച്ചാണ്. അതിന്റെ ഒടുവിൽ ഇന്നത്തെ വചനങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്, ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. 15-13 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമുക്ക് ഈ 2 വചനങ്ങൾ 12-13 വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇതാണ് എന്റെ കൽപ്പന. ഏറ്റുപറയാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് ധ്യാനിക്കാം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? എങ്ങനെയാണ് നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? എങ്ങനെയാണ് സ്നേഹിച്ചത്? അപ്പൊ നമ്മൾ പെട്ടെന്ന് പറയും, കുരിശിൽ ജീവൻ അർപ്പിച്ചുകൊണ്ടാണ് നമ്മളെ സ്നേഹിച്ചതെന്ന് നമ്മൾ പെട്ടെന്ന് പറയും. എന്നാൽ നമ്മളിങ്ങനെ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്, കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചത് എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മളിപ്പോഴും ചിന്തിക്കാറില്ല, എന്നെ എപ്പോഴും ദ്രോഹിക്കുന്ന ഒരു സഹോദരിയാണ് ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരി, അല്ലെങ്കിൽ ഇവിടെ ചേട്ടനോ ലൂയിസേട്ടനോ ആരെങ്കിലും എപ്പോഴും എന്നെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുമോ? അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ആത്മാർത്ഥമായി എന്തെങ്കിലും നന്മ ചെയ്യാൻ എനിക്ക് സാധിക്കും? തോന്നുമോ? തോന്നില്ല. സാധാരണ രീതിയിൽ മാനുഷികമായിട്ട് തോന്നില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് വിശ്വസിക്കുക നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചത്? നമ്മള് ഇപ്പൊ ഇവരെന്നെ ദ്രോഹിക്കുന്ന പോലെയാണോ നമ്മൾ കർത്താവിനെ ദ്രോഹിക്കുന്നത്? ആണോ? അല്ല. ഓരോ സെക്കൻഡിൽ കുത്താണ് കർത്താവ്. ഓരോ സെക്കൻഡിലും എവിടെയെങ്കിലും വചനം ധ്യാനിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഈശോയ്ക്ക് തൊഴിൽ തുടങ്ങും. കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്താ പറയാ, കഞ്ഞിൽ ഉപ്പില്ല, പയറിൽ വെന്തിട്ടില്ല, പയർ കുഴഞ്ഞുപോയി, അല്ലെങ്കിൽ കഞ്ഞിൽ തേങ്ങ ചിരകില്ല, നല്ലതായിരുന്നു, ഈ പയറിന് പകരം കടലയായിരുന്നു, എന്തോരം നന്നായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് കിട്ടിയ കൃപ ഫുള്ള് പോയി എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവിനെ വീണ്ടും വീണ്ടും നമ്മൾക്ക് ദ്രോഹിക്കാനായിട്ട് തുടങ്ങും. ഈശോ പറയാണ്, ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് കർത്താവ് പറയുന്ന വ്യവസ്ഥ. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാവുന്ന വ്യവസ്ഥ ഇതാണ്, ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈശോ നിങ്ങളെ ദ്രോഹിക്കുന്നവർ, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? അതാണ് വചനമാണ്. നിങ്ങളെ സഹായിക്കുന്നവരെ നിങ്ങൾ തിരിച്ച് സഹായിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? അതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അത് ക്രിസ്ത്യാനി ആകണമെന്നൊന്നുമില്ല. പക്ഷെ ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന മേന്മ, ഉണ്ടാകേണ്ട മേന്മ, നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നന്മ ചെയ്യണം. നിങ്ങൾ ഒരു 10 രൂപ കടം ചോദിച്ചാൽ തരാത്തവര് നിങ്ങളുടെ അടുത്ത് നിന്ന് കടം ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. സാധാരണ കൊടുക്കുമോ? നമുക്കറിയാം, ഈ പൊറിച്ചേട്ടന്റെ കയ്യിൽ 2 ലക്ഷം രൂപയുണ്ടെന്ന് ലൂയിസേട്ടൻ നന്നായിട്ട് അറിയാം. ആ സമയത്താണ് ഒരു അത്യാവശ്യം വരുന്നത്. ലൂയിസേട്ടൻ പൊറിച്ചേട്ടനോട് ചോദിക്കണം, പൊറിച്ചേട്ടൻ ഒരു 50,000 രൂപ നമുക്ക് കടം തരും, തിങ്കളാഴ്ച തിരിച്ചു തന്നേക്കാം, തിങ്കളാഴ്ച എനിക്കൊരു മുറി കിട്ടും, അപ്പൊ ഞാൻ തിരിച്ചു തന്നേക്കാം. അപ്പൊ ഈ പൊറിച്ചേട്ടൻ പറയും, അയ്യോടെ ലൂയിസേ, ഇന്നാണ് എന്റെ ലോൺ അടയ്ക്കേണ്ട ദിവസം, ഒറ്റ ലോൺ ഉണ്ടാവില്ല, കഷ്ടപ്പാട് മുഴുവനും നിരത്തും. അങ്ങനെ നിരാശനായി ലൂയിസേട്ടൻ തിരിച്ചു പോയി. പക്ഷെ അറിയാൻ അങ്ങയുടെ കാശുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് പൊറിഞ്ചേട്ടന് ഒരു അസുഖമാണ്, ചികിത്സയ്ക്ക് കാശില്ല. അപ്പൊ പൊറിഞ്ചേട്ടന് മനസ്സിലായി ലൂയിസിന്റെ കാശുണ്ട്. അപ്പൊ പൊറിഞ്ചേട്ടൻ തിരിച്ചു വന്നിട്ടാണ്, ലൂയിസേ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, നിന്നെ സഹായിക്കാൻ പറ്റില്ല, പക്ഷെ നീ ഇന്ന് എന്നെ ഒന്ന് സഹായിക്കുക പറയുമ്പോൾ ലൂയിസേട്ടൻ എന്താണ് പറയുന്നത്? ഈ മാപ്പിള കിട്ടുന്ന പണിയെടുക്കുന്ന കാര്യം ഇയാൾ കുറച്ച് അനുഭവിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് എന്തിനാ കൊടുക്കാം, അല്ലെ? എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? പക്ഷെ ഈശോ പറയാണ്, ഇത് ഈശോയ്ക്ക് ചേർന്ന മറുപടിയല്ല, ഈശോയ്ക്ക് ചേർന്നവരല്ല നമ്മൾ എന്ന് ഈശോ പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല,
ഞാൻ നിങ്ങളെ സ്നേഹിതനെന്നേ വിളിക്കുകയുള്ളൂ. എന്താ ദാസന്മാരും സ്നേഹിതരും തമ്മിലുള്ള വ്യത്യാസം? ദാസന്മാരോട് നമ്മൾ എന്താ പറയുന്നത്? അത് ചെയ്യണം, ഇവിടെ അടിച്ചു വാരുക, അവിടെ വാറാല വെക്കുക, ഇവിടെ കുഴി കുത്തുക, അവിടെ തെങ്ങ് വെക്കണം, ഇവിടെ ചെടി വെക്കണം, വളമിടണം. ഇങ്ങനെയാണ് നമ്മൾ ദാസന്മാരോട് പറയുന്നത്. സ്നേഹിതന്മാരോട് എന്താ പറയുന്നത്? സ്നേഹിതന്മാരോട് എന്താ പറയാ? ഇതൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ദാസന്മാരെ ചെയ്യും. സ്നേഹിതന്മാരോട് എന്താ പറയുന്നത്? എടാ വാടാ നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാൻ പോകാം, എടാ വാടാ നമുക്ക് ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോകാം, എടാ വാടാ നമുക്ക് ഒരുമിച്ച് ഒരു ധ്യാനത്തിന് പോകാം, എടാ വാടാ നമുക്ക് ഒരുമിച്ച് വിശുദ്ധത്തിനെ അർപ്പിക്കാനായിട്ട് പോകാം. അപ്പൊ എന്താണ്? ഒരു വ്യത്യാസമില്ല. എന്നെ പോലെ തന്നെയാണ് സ്നേഹിതനെ കാണുന്നത്. ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ സ്നേഹത്തിലാണ് സ്നേഹിതനെ കാണുന്നത്. ഇപ്പൊ ഈശോ നമ്മെ സ്നേഹിതൻ എന്ന് വിളിച്ചു. എന്നിട്ട് വചനം പറഞ്ഞു തരാണ്, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കില്ല, ഞാൻ നിങ്ങളെ ഇനി സ്നേഹിതനെന്നേ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഒപ്പം നിൽക്കുന്നവർക്ക് കർത്താവിന്റെ ഉള്ളും ഉള്ളതുമെല്ലാം പകർന്നു കൊടുക്കുമെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഒരു സ്നേഹിതൻ, യഥാർത്ഥ സ്നേഹിതനാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അവരറിയാത്തതായ ഒരു കാര്യം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്നേഹിതരോട് ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ അവരോട് എല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇല്ലേ? ചേച്ചി ഇങ്ങനെ എല്ലാം പറയുന്ന ഒരു സുഹൃത്തുണ്ടാവില്ലേ? എന്നാലും വേദനയൊക്കെ മാറുള്ളൂ. എല്ലാവരും കൊണ്ട് നമുക്ക് വിശ്വസ്തരായിരിക്കും, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കും. നമ്മൾ ഇങ്ങനെ പങ്കുവയ്ക്കാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ്. നമ്മൾ ഈശോയോട് യഥാർത്ഥ സ്നേഹത്തിൽ ഒട്ടിച്ചേർന്ന് നിന്നാൽ സകല സ്വർഗീയ രഹസ്യങ്ങളും കർത്താവ് ഈശോ നമ്മളോട് പങ്കുവയ്ക്കും. അതാണ് ദർശനങ്ങളിലൂടെ, വെളിപാടുകളിലൂടെ കർത്താവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത്. അതാണ് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിന്റെ കഥ പറയുമ്പോൾ നമ്മൾ കാണുന്നത്. അബ്രാഹം കർത്താവിനോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്നു. എല്ലാ കാര്യങ്ങളും കർത്താവിനോട് പങ്കുവെച്ച് പറഞ്ഞുകൊണ്ടേ ഇരുന്നത് കൊണ്ട് കർത്താവ് പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അബ്രാഹത്തോട് പറയാനായിട്ട് തുടങ്ങി. ഇനി നോക്കി, നോഹ നീതിമാനും വിശ്വസ്തനുമായിരുന്നു. കർത്താവിന്റെ ഹൃദയത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യം പ്ലാൻ ചെയ്തത് മുഴുവനും ആരോട് പറഞ്ഞു? നോഹയോട് പറഞ്ഞു. നോഹ ചെയ്ത പ്രവൃത്തികളൊക്കെ മണ്ടത്തരമാണെന്നാണ് ലോകം വിധി എഴുതിയത്. പക്ഷേ നോഹയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, കർത്താവ് പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്, അതാണ് ഞാൻ ചെയ്യുന്നതെന്ന് നോഹയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കരമേൽത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഇങ്ങനെ മുട്ടിപ്പായിട്ട് കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു എന്താ പറയാ, ഒരു ഔചിത്യം എന്താണെന്ന്, ഒരു ആവശ്യം എന്താണെന്ന് അറിയാമോ? എന്താണ്? നമ്മളെ കുറിച്ചുള്ള ഈശോയുടെ പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നില്ല, അല്ലേ? അതല്ലേ കാരണം? അല്ലെ കത്തായിട്ടില്ല? ഈശോയ്ക്ക്, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല. എന്താന്നൊരു പിടി കിട്ടുന്നില്ല. ഒന്നും ചുവന്നില്ല, എന്താന്നൊരു പിടി കിട്ടുന്നില്ല. എന്താ കാരണം? ഈശോയുടെ ഭാഗത്താണോ തെറ്റ്? നമ്മുടെ ഭാഗത്താണോ തെറ്റ്? എന്ന് പറഞ്ഞു, ആരുടെ ഭാഗത്താ തെറ്റ്? ശൈലജി, ആരുടെ ഭാഗത്താ തെറ്റ്? ഈശോയുമായിട്ട് ചങ്കായ സുഹൃത്തായാൽ ഈശോ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയും, പറയുന്നില്ല. എല്ലാ പദ്ധതികളും നമ്മളോട് പറയും. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു പറഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈശോ നമ്മളോട് കാര്യങ്ങൾ നമ്മളെ കുറിച്ച് വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പറയും. എന്ത് വിട്ടാത്ത ഒന്നും പറയാനില്ല. നമ്മൾ ഈശോയുമായിട്ടുള്ള ബന്ധം ശരിയല്ലെന്നല്ലേ അർത്ഥം? ബന്ധം ശരിയല്ല. നമ്മൾ എല്ലാവരോടും ഞാൻ ഈ ലൂയിസിന്റെ പ്രിയപ്പെട്ട സുഹൃത്താണെന്ന് പറയുകയും അങ്ങോട്ട് തന്നെ ലൂയിസിനെ കുറ്റപ്പെടുകയും ചെയ്താൽ അതിന്റെ എന്ത് സുഹൃത്താണെന്ന് പറയാം? എന്ത് സുഹൃത്തെന്ന് പറയാൻ? അപ്പൊ നമ്മൾ കർത്താവായ യേശുവിന്റെ സുഹൃത്തുക്കളാണെന്ന് പറയുകയും ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും വചനം പാലിക്കാതെ ജീവിക്കുകയും ചെയ്താൽ കർത്താവിന്റെ പദ്ധതികൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയില്ല. കരവേണ്ടി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് വൈകുന്നേരം 7 മണിയുടെ കുർബാനയ്ക്ക് കുറച്ച് പേര് വന്നിട്ടുണ്ട്. കാലത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയിരുന്നു. നമ്മളിങ്ങനെ വളർച്ചയുടെ ഘട്ടത്തില് നമ്മൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തിനുള്ള കുറവ്. അപ്പൊ ഞാനാണ് എല്ലാം ഒന്നൊരു തോന്നലെന്ന് വരിക. കുറച്ച് കഴിയുമ്പോഴേ നമ്മൾ ആദ്യമൊക്കെ കൈയൊക്കെ കൂട്ടി ഭക്തിയോടെ ഈശോയൊക്കെ ആരാധിച്ച് പ്രാർത്ഥിച്ചിരുന്നവരാണ്. അങ്ങനെ ഒരു 4 ആൾ നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി. അപ്പൊ മറ്റുള്ളവരൊക്കെ നമ്മളിങ്ങനെ അംഗീകരിച്ച് പറയാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ചിന്ത വരും. എന്താണ് ചിന്ത വരുന്നത്? ഞാനാണ്
ഞാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും, ഞാനാണ് അല്ലേ? നമ്മളിങ്ങനെ സമൂഹത്തിലൊരു 10 നന്മയൊക്കെ ചെയ്തു, എല്ലാവരും നമ്മൾ അംഗീകരിച്ചു. ആൾക്കാർ പറയാണ്, ദൈവമേ ആ മേരി ഉണ്ടെങ്കിലല്ലോ അത് ഭംഗിയായിട്ട് കാണേ. അപ്പൊ കുറെ പ്രാവശ്യം കേൾക്കുമ്പോ മേരേജിനുള്ളിൽ എന്ത് വരും? ഞാൻ ഒന്നും ചൊവ്വാവില്ല എന്നുള്ള ചിന്തയൊക്കെ വരും. ഞാനാണ് മെയിൻ, ഞാനാണ് വലുത് എന്നുള്ള ചിന്ത അങ്ങ് വരും. ആ ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈശോയുടെ മുമ്പിൽ എളിമപ്പെടാൻ പറ്റില്ല. അങ്ങനെ ചിന്ത വരുന്നവരുടെ ഒന്നാമത്തെ ലക്ഷണമാണ് അവർ കുമ്പസാരിക്കില്ല. എന്ന് നോക്കിക്കോ, അവർ കുമ്പസാരിക്കാൻ പറ്റില്ല, അവർക്ക് എളിമപ്പെടാൻ പറ്റില്ല. കാരണം കർത്താവല്ല വലുത്, ആരാ വലുത്? ഞാനാണ് വലുത്. അതുകൊണ്ടാണ് മുന്തിരിച്ചെടിയും ശാഖകളിലുള്ള ഭക്തിയിലൂടെ ഈശോ അപ്പസ്തലന്മാരോട് ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞു വയ്ക്കുന്നതിന്റെ സാങ്കല്പിക്കുന്നതാണ്. അപ്പസ്തലന്മാർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം, കർത്താവാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നതെന്ന്. മനസ്സിലായോ? അപ്പസ്തലന്മാരുടെ നിഴലടിച്ചവർ അവരിൽ കടന്നു പോകുമ്പോ അപ്പസ്തലന്മാരെ നിഴലടിച്ചവർക്ക് പോലും സൗഖ്യം കിട്ടി എന്ന് ജനങ്ങൾ അങ്ങനെ വിളിച്ചു പറയുമ്പോ, പത്രോസേ നിന്റെ നിഴലടിച്ചോളൂ, രോഗി സുഖം പ്രാപിച്ചു വിളിച്ചു പറയുമ്പോ പത്രോസ് അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ് മുൻപേ കൂട്ടി കർത്താവ് ഈ മുന്തിരിവള്ളിയുടെയും ശാഖകളുടെയും ഉപമ പറഞ്ഞു വെച്ചത്. പത്രോസേ, നീ അഹങ്കരിക്കരുത്, നീ എന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിന്റെ നിഴലടിച്ചാൽ സൗഖ്യം കിട്ടുള്ളൂ. നീ എന്റെ അടുത്ത് നിന്ന് മാറിയാൽ നിന്റെ നിഴലടിച്ചാൽ സൗഖ്യം കിട്ടില്ല. ഇതിന് ഓർമ്മയുണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയാണ് മുന്തിരിവള്ളിയുടെയും ശാഖകളുടെയും കഥ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കണോ? കർത്താവിനോട് ചേർന്ന്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഒക്കെ പുറകിൽ നമ്മുടെ കർത്താവുണ്ട്. ഞാനിങ്ങനെ ഇന്നലെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയാണ്, ഈശോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പുറകിലുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, ഈശോയോടൊപ്പം നമ്മളാക്കി മാറ്റിയവരെ പ്രത്യേകിച്ച് ഓർത്തില്ലെങ്കിൽ നന്ദിയില്ലാത്തവരെന്ന് വിധി എഴുതപ്പെടും. അച്ഛൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? നമ്മളാക്കി മാറ്റിയവരെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതിൽ പ്രധാനപ്പെട്ടവരാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. പലപ്പോഴും ഈ മാതാപിതാക്കന്മാർക്ക് പ്രായമായി കഴിയുമ്പോൾ ഇവരെ കൊണ്ടൊരു ഉപകാരമില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് പാർട്ടിഷനൊക്കെ നടത്തി കിട്ടിക്കഴിയുമ്പോൾ ഇവറ്റകളും ഇങ്ങനെ പന്ത് തട്ടുന്ന പോലെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി പ്രിയപ്പെട്ടവരെ, നന്ദി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാലത്തും എവിടെ ചെന്നാലും ആത്യന്തികമായി ഒരു കാര്യത്തിൽ ഉയർന്നു നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ പറയുന്നത് എങ്ങനെയായിരിക്കും? 99% ശരിയായതാണ്. അപ്പൊ ഇങ്ങനെ പറയും, എല്ലാം ശരിയായെന്ന് വിചാരിക്കുന്ന അച്ഛൻ അവസാനം ഫലത്തിന് പോകും, കയ്യെന്ന് പോവാണ്. എന്റെ പൊന്നച്ചോ എന്തോരം പൈസ എടുക്കുന്നറിയാമോ? ഇരിക്കുന്നില്ല അച്ഛൻ, ഇരിക്കുന്നില്ല. വീട്ടിൽ ഒരു 10 പൈസ ഇരിക്കുന്നില്ല. നന്ദിയില്ലാത്തതുകൊണ്ട്. അപ്പൊ ഇത് ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കന്മാര് എവിടെയാണ്? അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ചിന്തന്റെ അസുഖമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, കിടക്കുന്നോടത്ത് കിടന്ന് ചിലപ്പോൾ മലമൂത്ര വിസർജനമൊക്കെ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോ ഈ വരാന്തയിലൊക്കെ നടന്ന് മൂത്രമൊഴിക്കുന്നുണ്ടാവും, പല വിധത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഞാനിത് പറയുന്നത് എന്റെ വീട്ടിൽ എന്റെ അപ്പച്ചന്റെ അമ്മയുണ്ടായിരുന്നു, അമ്മൂമ്മ. അപ്പൊ അന്ന് ഓടിട്ട വീടാണ്, ചാണകം മെഴുകുന്ന അകമൊക്കെയാണ് ഉള്ളത്. 1-2 അകത്താണ് സിമന്റ് ഒക്കെ ഇട്ടിട്ടുള്ളൂ. ആ സിമന്റ് ഇടുന്നതൊക്കെ ഞാൻ തന്നെയാണ് ഈ മീസനായിട്ട് സിമന്റ് ഒക്കെ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം എന്തോരം നിരപ്പുണ്ടാവുന്നത്. അപ്പൊ കുണ്ടുകുഴിയൊക്കെ ഉണ്ടാവും. അമ്മാമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അമ്മാമ്മ ധാരാളം കഞ്ഞിവെള്ളം കുടിക്കും. അതായത് ഒരു കലമുണ്ട് അമ്മാമ്മയ്ക്ക്, ഒട്ടുകലം പോലത്തെ ഒരു കലം. ആ കലത്തില് പഴങ്കഞ്ഞോളം ഒഴിച്ചു വയ്ക്കും. എന്നിട്ട് ഈ അമ്മാമ്മ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കുടിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആരെങ്കിലും അമ്മാമ്മമാർക്കൊക്കെ ഈ സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നലെ കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും അമ്മയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കും. അമ്മാമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സെറ്റപ്പ് ഒന്നും വന്നില്ലല്ലോ, കുളിമുറി വേറെ, നമ്മള് ടോയ്ലറ്റ് കക്കൂസ് വേറെ, അങ്ങനെയാണല്ലോ. പറമ്പിലാണ് ടോയ്ലറ്റിൽ പോകുന്നത്, വീടിനോട് ചേർന്നാണ് കുളിക്കാനുള്ള സാധനം. ഈ കുളിക്കാനുള്ള സ്ഥലത്ത് അമ്മമ്മ സ്ഥിരമായിട്ട് ഒന്നിങ്ങനെ മൂത്രമൊഴിച്ചോണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? നല്ല മണം ഉണ്ടാവും. അപ്പൊ കൂട്ടുകാരൊക്കെ വീട്ടിൽ വരുമ്പോൾ അത് നാക്കിടാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അമ്മാമ്മനെ കുറേ ചീത്ത പറയാറുണ്ട്. പക്ഷെ കുറേ കണ്ടിട്ടാണെങ്കിൽ മനസ്സിലായത്, ഇച്ചിരിയോളം മണടിച്ചാലും ഈ അമ്മാമ ഇല്ലാതെങ്കിൽ അമ്മാമ മടിയിലിരുന്ന് എന്നോട് പറഞ്ഞു തന്ന ഓരോരോ കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഇന്നും പ്രാവർത്തികമാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അമ്മാമനെ തിരിച്ച് സ്നേഹിക്കാൻ അന്ന് എന്തേ പറ്റാതിരുന്നതെന്ന് ഞാൻ ചിന്തിക്കാം. ആരും പറഞ്ഞു തന്നില്ല അന്ന്, പക്ഷെ ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വീട്ടിലുള്ള അപ്പാമ്മമാരും നമ്മുടെ അമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണം. അവരൊരുപാട് ആഗ്രഹിക്കും നിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടാൻ വേണ്ടി. എന്റെ മോൻ എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, എന്റെ മോൾ എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ അവരെന്തിനെ ആഗ്രഹിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ഒരു അമ്മമ്മയ്ക്ക് ഇങ്ങനെ കുറെ നാളായി എടുപ്പായിട്ട് അമ്മമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് അതിലൊന്ന് കടങ്ങളൊക്കെ വേണ്ടി അമ്മമ്മയെ ഒന്ന് മുകളിലേക്ക് ഈശോ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വീട്ടുകാരെന്നെ വിളിച്ചോണ്ട് പോയതാണ്. അപ്പൊ ഈ അമ്മമ്മയ്ക്ക് ഓർമ്മയുണ്ട്, പറയുന്നതെല്ലാം മനസ്സിലാവും, പക്ഷെ അമ്മ തിരിച്ചു പറയാൻ പറ്റുന്നില്ല, നാവ് കുറഞ്ഞു പോയതുകൊണ്ട്. അപ്പൊ അമ്മമ്മയുടെ ഒരു മോള് അടുത്ത് നിന്ന് ശുശ്രൂഷിക്കുന്നത് നല്ല സ്നേഹത്തോടു കൂടിയാണ് നോക്കുന്നത്. അപ്പൊ ഈ അമ്മമ്മയുടെ അടുത്ത് ഞാൻ പോയി അമ്മമ്മോട് പറഞ്ഞു, അമ്മമ്മ പേടിക്കൊന്നും വേണ്ട, അമ്മമ്മയ്ക്ക് ഇനിയും ആയുസ് കുറയുന്നത്, മരിക്കാന്ന് പറഞ്ഞ പേടിയാവും. അതുകൊണ്ട് അമ്മമ്മയോട് പറഞ്ഞു, അമ്മമ്മയെ മരിക്കാറായിട്ട് ഇനിയുണ്ട് 2-3 കൊല്ലം എന്നൊക്കെ പറഞ്ഞ് അമ്മമ്മയെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ച് അങ്ങനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പോരുന്ന സമയത്ത് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, നല്ല വയസ്സായവരാണെന്ന് ഞാൻ സംസാരിപ്പിക്കാൻ പോയതൊക്കെ അവരെ കൊണ്ട് അവരുടെ വലതേകരി എന്റെ നെറ്റിയിൽ എന്റെ നെല്ലയിൽ ഒന്ന് വെപ്പിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കും. അപ്പൊ ഞാൻ ഈ അമ്മമ്മോട് പറഞ്ഞു, എടുപ്പാണിട്ട് ഒന്നും അനങ്ങാൻ പറ്റാണ്ട് കിടക്കുന്ന ഒരു അമ്മാമ്മ, ബ്ലഡ് സോർ വന്നിട്ട് ആകെ ഈ ബ്ലഡ് സോറിന്റെ ഈ പഴുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്ന അമ്മാമ്മയാണ്. അപ്പൊ ഈ അമ്മമ്മോട് പറഞ്ഞു, അമ്മമ്മയെ അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? അപ്പൊ അമ്മമ്മ തിളങ്ങുന്ന കണ്ണ് പെട്ടെന്നൊരു തിളക്കം വന്നു. അമ്മമ്മ നന്നായിട്ട് നോക്കി. അപ്പൊ ഞാൻ അമ്മമ്മയുടെ കൈ ഇങ്ങനെ എടുത്ത് എന്റെ ഈ നെറുകിലേക്ക് ഇങ്ങനെ വെച്ചു. എന്നിട്ട് അമ്മമ്മോട് പറഞ്ഞു, അമ്മമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ അമ്മമ്മ പറയുന്നതിൽ അമ്മ തിരിഞ്ഞില്ല, പക്ഷെ ഈശോ എന്ന് പറയുന്നതിൽ നന്നായിട്ട് തിരിഞ്ഞു. അമ്മമ്മ കുറേ നേരം പ്രാർത്ഥിച്ച് ഈ വിറയ്ക്കുന്ന കൈ കൊണ്ട് എന്റെ നെറ്റിയിൽ ഇങ്ങനെ ഒരു കുരിശടയാളം പറഞ്ഞു. എന്നിട്ട് കൈയെടുത്ത് അമ്മമ്മയെ താങ്ക്സ് പറഞ്ഞു. അമ്മ ഒരു പ്രത്യേക ചിരി, അമ്മമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള അമ്മമ്മയാണ്, നല്ല സാമ്പത്തികമുള്ള വീട്ടിലാണ്, ഡീലക്സ് മുറിയിലേക്കാണ് കിടന്നിരുന്നത്. ഈ അമ്മമ്മ അവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി, നല്ലൊരു ചിരി. ഈ മോള് പറയാണ്, മാസങ്ങളായിരുന്ന പൊന്നച്ച അമ്മമ്മയുടെ ഒരു ചിരി കണ്ടിട്ട് എന്തൊരു ചിരിയാ ചിരിക്കുന്നത്. നമ്മൾ അവരെ അംഗീകരിക്കുമ്പോൾ, ഈ പ്രായമുള്ളവരെ നമ്മളൊന്ന് അംഗീകരിച്ചു കൊടുക്കുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ അവരെ ഉള്ളങ്ങ് നിറയും, സന്തോഷം കൊണ്ട് നിറയും. അതാണ് മക്കൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. കരവേർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് സാമ്പത്തികമുണ്ട്, നമുക്കൊരുപാട് പഠിപ്പുണ്ട്, നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മുടെ കാരണന്മാർക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും അവരെ നമ്മൾ മറക്കരുത്, അത് സ്നേഹിക്കണം. ഈ കാരണന്മാരുടെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ എന്നും അസ്വസ്ഥമായി, എന്നും ഇങ്ങനെ പറയാം, ഒരു പുരോഗമില്ലാത്ത ഒരവസ്ഥയൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്രതീക്ഷിതമായി നമുക്ക് തിരിച്ചടി കിട്ടാനൊക്കെ തുടങ്ങും. അപ്പൊ നന്ദി എന്ന് പറയുന്ന സാധനം അത് റേഷൻകടയിൽ വാങ്ങിക്കാൻ പറ്റില്ല, അത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. ഞാനിങ്ങനെ എപ്പോഴും ഓർക്കുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്നറിയാം. കുഞ്ഞു ചെറുപ്പം മുതലേ എന്നെ സഹായിച്ചിട്ടുള്ളവരെ മുഴുവനും ഞാൻ ഓർത്തോർത്ത് പറയാം. അപ്പൊ എൻ്റെ ഒരു പെങ്ങളുണ്ട്, ഒരു ജോഫി എന്നാണ് അവളുടെ പേര്, ചെപ്പട്ടയിലാണ് അവളെ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. എന്റെ താഴെയുള്ള അമ്മായിയുടെ മകളാണ്. അപ്പൊ ഞങ്ങൾ ചെറുപ്പത്തിൽ കിളിമാസ് കളിക്കുമായിരുന്നു. കിളിമാസ് എന്ന് പറഞ്ഞാൽ അറിയോ? ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ല. പണ്ട് നമ്മൾ ഓണപ്പൂട്ടിലൊക്കെ കളിക്കുന്ന ഒരു കളിയാണ്. 2 കളിയാണ് കളിക്കാറ്. ഒരു കളിയുടെ പേര് ദുഷ്ടാണ്, അങ്ങനെ കളിക്കണം. എന്തൊരു സാധനമാണ് എനിക്കറിയില്ല സാധനം. പിന്നൊരു കളിയുടെ പേരാണ് കിളിമാസ്. അപ്പൊ ആ കളി കളിക്കുന്ന സമയത്ത് ഇങ്ങനെ കിളി ഇങ്ങനെ വരും, നമ്മളെ ഇങ്ങനെ തൊടാനായിട്ട് പരിശ്രമിക്കും. അപ്പൊ തൊടുന്നവരൊക്കെ ഉണ്ടായി പോകും. അപ്പൊ ഇങ്ങനെ ഞാനായിരുന്നു കിളി. അങ്ങനെ കിളി തൊടാനായിട്ട് ഇങ്ങനെ വന്ന് ഞാൻ ഈ പെങ്ങളുടെ എന്ന് പറഞ്ഞ അമ്മായിയുടെ മോളെ, മൂത്ത മോളെ, അവളെ ഇങ്ങനെ തൊടാൻ വേണ്ടി തട്ടിയതാണ്. ഓണത്തോടനുബന്ധിച്ച് നമ്മൾ പുതിയ കുപ്പിയോളം വാങ്ങി കൈവിട്ടുണ്ടായിരുന്നു. അതിൽ 2 പൊട്ടി. ഞാനും തൊട്ടതാണ്. അവളെ കൈവിട്ട് വള എന്നെ പൊട്ടി. വള പൊട്ടി വഴിക്ക് ഭദ്രകാളിനെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു ഒറ്റ വരവിട്ട് വന്നിട്ട് എന്റെ കഴുത്തിൽ പിടിച്ചു, എന്റെ കണ്ണൊക്കെ തുറച്ചു പോയി. ഞാൻ വിചാരിച്ചത് ചത്തു വിചാരിച്ചു. ഇപ്പോഴും അവിടെ കാണാൻ ഞാൻ പറയട്ടെ, ജോഫി എനിക്ക് ജീവൻ കിട്ടിയത് ഭാഗ്യമാണ്. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? കൂട്ടി വെച്ചിരുന്ന കശുവണ്ടിയെതിരെ പറക്കി കണ്ണി കണ്ട പറഞ്ഞത് ഞങ്ങളുടെ പറഞ്ഞില്ല. അതുകൊണ്ട് ഐസ് ഫ്രൂട്ട് വാങ്ങാനായിട്ട് 4 കശുവണ്ടി കൊടുത്താൽ ഐസ് ഫ്രൂട്ട് കിട്ടും പണ്ട്. ക്ലാസ് അപ്പൊ ഈ ഐസ് ഫ്രൂട്ട് വാങ്ങാൻ വേണ്ടി പറക്കി വെച്ച് കശുവണ്ടിയില് 3-4 ഞാൻ എടുത്ത് അത് കടയിൽ കൊണ്ടുവന്ന് കാശ് മാറ്റും. ഞാൻ പോയി കുപ്പിയോളം വാങ്ങിക്കാൻ ഇവിടുത്തെ കൈ, കാരണം വള പൊട്ടിച്ചല്ലോ. അങ്ങനെ ഞാൻ കുപ്പിയോളം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് സമാധാനമായത്. ഇവിടെ ചോദിക്കും, ഒരുപാട് അനുഭവങ്ങളൊക്കെ അച്ഛൻ പങ്കുവയ്ക്കുന്നു. ഞാൻ അച്ഛനെ കൊല്ലാൻ പോയ കഥ എന്താ പറയാത്തതെന്ന് എനിക്ക് ചോദിക്കാം.
ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഈശോ തരുന്ന അനുഭവങ്ങൾ, ഓരോ കുഞ്ഞനുഭവം പോലും നമ്മൾ ആരെയും മറക്കാൻ പാടില്ല. നമ്മൾ അതിൽ നിന്നൊക്കെ ഓരോരോ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റു പറഞ്ഞുകൊണ്ടേ ഇരിക്കും കർത്താവിന്റെ സന്നിധിയിൽ. ഒരു 10 രൂപ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ മറക്കരുത്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ചെറുപ്പത്തിലെ ഫുള്ള് ചൊറി വരുമായിരുന്നു. പണ്ട് ചൊറി അറിയോ? ഈ സാധനം ചന്തിയിൽ മുഴുവനും ചൊറി വരും. അങ്ങനെ ട്രൗസർ ഇടാൻ പറ്റില്ല. ഒരു കുഞ്ഞ് തോർത്തോണ്ട് പഠിപ്പിച്ചിട്ടാണ് എന്നെ ഇങ്ങനെ നടത്താറ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അപ്പൊ രാപ്പാട് വേല എന്ന് പറഞ്ഞിട്ടൊരു വേലുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയാൽ കഷായം ഫുള്ള് പത്തി വന്നു. ഇറച്ചി കഴിക്കാൻ പാടില്ല, മീൻ കഴിക്കാൻ പാടില്ല, പിന്നെ നല്ല വെളിച്ചെണ്ണ തൊടാൻ പാടില്ല. അങ്ങനെ പത്യത്തിന്റെ ബഹളമാണ്. കഷായവും പത്യവും ഇഞ്ച കൊണ്ടുള്ള ഒരയ്ക്കും. എന്റെ ചേച്ചിയാണ് എന്റെ ചന്തി കൊണ്ട് ഉരച്ച്. ചേച്ചിയെ കാണുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും പേടിയാണ്. അല്ല ചേച്ചി അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഇങ്ങനെ പത്തിയുള്ള ദിവസം എനിക്ക് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ചോറ് പാക്ക് ചെയ്ത് തന്നില്ല. അപ്പൊ ഞാൻ സ്കൂളിൽ പോയി. ഉച്ചയായപ്പോൾ എനിക്ക് വിഷമം. സ്കൂളിൽ കിടന്ന് ചോറ് വായിക്കാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കാച്ചി സാധനം കഴിച്ചോണ്ടൊന്നും സംഭവിക്കില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അന്നെന്റെ വിചാരം പത്തി തെറ്റിച്ച് കഴിഞ്ഞാൽ മൊത്തം പഴുത്ത് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാറുള്ളത്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഭയങ്കര വിഷമം, തല ചുറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് തല ചുറ്റുന്നു, ഞാൻ വീട്ടിൽ പോവാണ്, എനിക്ക് തല ചുറ്റുന്നു, എന്റെ വീട്ടിൽ പോകാനോ നിൽക്കണം. അപ്പൊ അന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് അല്ലി ടീച്ചർ ഉണ്ടായിരുന്നു. ഇയാളുടെയാണ് വീട് സെന്റ് മേരീസ് സ്കൂളിൽ ഞാൻ പഠിച്ചത്. അപ്പൊ ഈ ടീച്ചർക്ക് മനസ്സിലായി എനിക്ക് വിശന്നിട്ടാണ്. ഈ സ്റ്റാഫ് റൂമിൽ ചെന്ന് പറയാം, എന്റെ ക്ലാസ് ടീച്ചർ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോയി ക്ലാസ്സിലിരിക്കണം. അപ്പൊ എന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഈ അല്ലി ടീച്ചർക്ക് മനസ്സിലായി ഈ കൊച്ചിന് വിശന്നിട്ടാണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ടീച്ചർ എന്തെന്ന് അറിയാമോ? അവിടെ പിയൂണിനെ വിളിച്ചിട്ട് കടയിലുള്ളൊരു നേന്ത്രപ്പഴം വാങ്ങിച്ചു. എന്റെ ദൈവമേ, ആ നേന്ത്രപ്പഴം ഇപ്പോഴും അതിന്റെ ആ ഒരു വലിപ്പം അത്രയും കാലത്തിനിടയ്ക്ക് അത്രയും വലിയ നേന്ത്രപ്പഴം ഞാൻ കഴിച്ചിട്ടില്ല. ഈ ടീച്ചർ ആ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തി ടീച്ചറുടെ ഫ്ലാസ്കിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഈ നേന്ത്രപ്പഴം കഴിപ്പിച്ച് ഈ ചായ കുടിക്കും. ഞാൻ ഉഷാറായി. കൊല്ലം എത്ര കഴിയുന്നറിയാം. പക്ഷെ ടീച്ചർമാരെ മുഴുവനും ഞാൻ മറന്നു. പക്ഷെ വലിയ ടീച്ചറെ ഞാൻ മറന്നിട്ടില്ല. ഒരു പഴം തന്നതാണ്, ഒരു പഴം തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മറക്കാത്തവരായി കുറെ പേരുണ്ടെങ്കിലാണ് നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും, സ്വർഗരാജ്യം പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇന്നത്തെ വചനചിന്ത കുറച്ച് സമയം കൂടി പോയിട്ടുണ്ട്. എന്നാലും നിനക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുന്ന എന്റെ വിചാരം. ഞാൻ എന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ അതുപോലെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളിലൂടെ ജസ്റ്റ് ഒന്ന് കടന്നു പോയിട്ടാവാൻ സാധ്യതയുണ്ട്. ഈ ദിവ്യാംഗത്തിന് മുമ്പിൽ അങ്ങനെ ഓർത്തവർക്കൊക്കെ വേണ്ടി നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കും. അപ്പോഴാണ് നമ്മൾ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളായിട്ട് മാറും. നന്ദി എന്ന് പറയുന്ന സാധനമാണ് തായ്തണ്ടിനോട് നമ്മളെ പൊട്ടിച്ച് ചേർത്ത് വയ്ക്കുന്നത്. ഈ നന്ദി ഇല്ലാണ്ടായാൽ തായ്തണ്ടിൽ നിന്ന് ശിഖരങ്ങൾ വിട്ടുപോകുന്നതിന് തുല്യമാണ്. അത് വാടിപ്പോകും, അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം.